ഷലോം. നെറീന ഫ്രാൻസിസ്, ജെറുസലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം ഈ ലോകം മുഴുവനും ക്രിസ്മസ് എന്ന് പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അതൊരുപാട് സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. യഹോശുവ മശിഹയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്ന് ഇന്ന് ജനം വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ ആദ്യകാലങ്ങളിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് അത് യഹോശുവ മശിഹയുടെ ജനനവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ദിവസമല്ല. സത്യത്തിൽ യേശുക്രിസ്തു ജനിച്ചത് പോലും ഈ ഡിസംബർ 25 അല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷേ ഒരു കൂട്ടം ആളുകൾ അത് ഓർക്കാനായിട്ട്, അല്ലെങ്കിൽ കർത്താവ് ജനിച്ചു എന്ന് ഓർക്കാനായിട്ട് ഈ ഒരു ദിവസം ഉപകാരപ്പെടുന്നുവെങ്കിൽ ഉപകാരപ്പെടട്ടെ, അത് നല്ല കാര്യം. ഞാൻ ചില സമയങ്ങളിൽ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് വളരെ രൂക്ഷമായി ഞാൻ സംസാരിക്കാറുണ്ട്. അത് സ്ഥിരം എൻ്റെ പ്രേക്ഷകരോടല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ടൊക്കെ തലപൊക്കി ഇങ്ങനെ എന്താണെന്ന് കേൾക്കാൻ വേണ്ടി വരുന്നതുണ്ട്. അവറ്റങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന കൊടുപ്പാണ് കുറച്ച് ഷാർപ്പായിട്ട് ഞാൻ കൊടുക്കുന്നത്. കാരണം ചാട്ടവാറുകൾ പോലെ നാവിനെ ഉപയോഗിക്കേണ്ട സമയമാണ് ഈ സമയം. കാരണം വൃക്ഷത്തിന്റെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. വളരെ വ്യക്തമായി തന്നെ വൃക്ഷത്തിന്റെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്, പ്രിയ സഹോദരങ്ങളെ. കാരണം അത്രത്തോളം എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് വേണം പറയുവാനായിട്ട്. കാരണം എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിഡ്ഢി സമൂഹം നമ്മുടെ ചുറ്റുപാടും ഇപ്പോഴും ജീവിക്കുന്നത് ഓർക്കുമ്പോൾ വളരെ മനസ്സിന് വേദനാജനകം തോന്നുന്നു. മാത്രമല്ല, ഈ മനസ്സിന് വേദന തോന്നുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇത്രയും കാപട്യത്തിൽ ജീവിച്ചുകൊണ്ട് ഇവർ തള്ളിക്കളയുന്നത് വലിയൊരു കൂട്ടത്തെ നരകത്തിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്നു എന്നുള്ള ആ ഒരു വിഷമമാണ്. അല്ലാതെ ഈ വൃത്തികെട്ട ജന്മങ്ങൾ നരകത്തിൽ പോയാൽ എന്താ, പോയില്ലെങ്കിൽ എന്താ, നമുക്കത് വിഷയമേ അല്ല. പക്ഷേ ഇവർ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് വിളിച്ചു വരുത്തിക്കൊണ്ട് കുറച്ചുപേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ കത്തോലിക്കയിൽ കിടന്നവരെയും ഓർത്തഡോക്സിൽ കിടന്നവരെയും യാക്കോബത്തിൽ കിടന്നവരെയും ഇരിക്കുന്നവരെയും മറ്റു തരത്തിലുള്ള ആളുകളെ എല്ലാവരെയും സത്യം വചനം ഞങ്ങളാണ് പഠിപ്പിക്കുന്നത്, ഞങ്ങളുടെ ഇടയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റും, സ്വർഗത്തിൽ പോകാൻ പറ്റും, നിത്യമായ നിത്യജീവന് നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പാവം പിടിച്ച മനുഷ്യൻ പല വിശ്വാസത്തിൽ കിടക്കുന്നവരെയൊക്കെ അവിടുന്ന് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് കെട്ടിയിടുന്ന ഒരു കൽത്തുറങ്ക് എന്ന് വേണമെങ്കിൽ പറയാം, അടിമ വലയത്തിൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ആ പാവപ്പെട്ടവരെ ഓർത്തിട്ടാണ് എനിക്കിവന്മാരോട് നീരസവും ദേഷ്യവും എത്രത്തോളം ചാട്ടവാർ പോലെ എൻ്റെ നാവിനെ ഉപയോഗിക്കാൻ പറ്റുമോ അതിന് ഞാൻ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. കാരണം വെച്ചാൽ എൻ്റെ കൈ കൊണ്ട് ചാട്ടവാർ എടുത്ത് വെച്ച് 2 പൊട്ടിയിൽ പൊട്ടിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും എൻ്റെ നാവിനെ ഞാൻ ശക്തമായി അതിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വേണം പറയുവാനായിട്ട്. വൃക്ഷത്തിൻ്റെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. സന്തോഷ് തോമസ്, റീന, പഴയ കാലങ്ങളിൽ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് ജനുവരിയിലായിരുന്നു. പിന്നീട് സഭാപിതാക്കന്മാർ എല്ലാം കൂടെ ഒരുമിച്ച് കൂടി മാറ്റം വരുത്തിയതാണ്. താങ്കൾ അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യും. സത്യത്തില് എക്സ്മാസ് എന്നാണ് ഇതിനെ പറയേണ്ടത്. ക്രിസ്മസ് എന്ന് ചുരുക്കി എക്സ്മാസ് എന്നാണ് ഇതിനെ പറയുന്നത് തന്നെ. എക്സ്മാസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇത് സത്യത്തിൽ യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെടുത്തി നടന്ന ഒരു ആരാധന രീതി അല്ല, ഒരു ഫെസ്റ്റിവൽ അല്ല, ഒരു ഫീസ്റ്റ് ഒന്നും അല്ല. ഇത് യേശുവിന്റെ ജനനവുമായി നടന്ന ഒന്നല്ല. ഇത് റോമാ സാമ്രാജ്യ കാലഘട്ടത്തിൽ അന്ന് റോമൻ എംപയറിന്റെയും അതായത് റോമാ സാമ്രാജ്യക്കാര് അന്ന് അവരാണ് ഈ തൃത്വം എന്ന് പറയുന്ന സംവിധാനമൊക്കെ കൊണ്ടുവന്നത് അവരാണ്. അങ്ങനെ അവർ വിശ്വസിച്ചിരുന്ന ഒരു ദൈവവിശ്വാസത്തിന്റെ ഇതായിട്ട് അവർ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരും എനിക്ക് മറന്നുപോയി, കർത്താവേ. ഞാനത് പിന്നീട് ഓർത്തിട്ട് ഒരു മിനിറ്റ് ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവർ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അയ്യോ, ഈ തണുപ്പടിച്ചതുകൊണ്ട് എല്ലാം ഇതിനകത്തും ഇത് പോയി കിടക്കുവാണല്ലോ. എൻ്റെ ഇതിനകത്തും കൂടെ ചാർജ് പെട്ടെന്ന് തീരുന്നു. വേറൊരു ഫോണിനകത്ത് ചാർജ് ഫുള്ളാക്കി വെച്ചിട്ട് അത് നോക്കുമ്പോൾ അതും കൂടി എന്തിരിക്കുകയാണ്, അതും തീർന്നിരിക്കുക. ഓക്കെ, ഞാൻ ഇതൊന്ന് ഫോൺ ഓണായി വരട്ടെ, അപ്പം ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എല്ലാം കൂടി ഓർത്ത് വെച്ചിരിക്കാൻ തലയ്ക്കകത്ത് സ്ഥലമില്ല, കാരണം ഒത്തിരി കാര്യങ്ങൾ കിടക്കുകയല്ലേ. അപ്പോൾ ഞാനിത് ഓണായി തീരുമ്പോഴത്തേക്ക് അതൊന്നുകൂടി ഞാൻ ഡീപ്പായിട്ട് പറയാൻ ശ്രമിക്കാം. ഒരു മിനിറ്റേ.
ചാർജർ എടുക്കട്ടെ. ഷലോം ഷലോം യെരൂശലേം, ഷലോം ഷലോം യെരൂശലേം. അയ്യയ്യ, ഇതെന്തുവാ ഇത്? എല്ലാണത്തിൻ്റെയും ചാർജും പോയി കിടക്കുവാണല്ലോ കർത്താവേ. അയ്യോ, ഇതിന് ചാർജും കയറുന്നില്ലല്ലോ. സോറി പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ചാർജ് കയറുന്നില്ല. ഓക്കെ, എന്നതാ ഇത്? സ്ലിഹ ഞാൻ ഓണാക്കിയില്ല. ഓണാക്കിയിടും പണി. ചാർജറും പോയി കിടക്കുവാണല്ലോ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ചാർജ് കയറുന്നില്ല. എന്നാ പറ്റിയെന്നറിയത്തില്ല. ചാർജർ കൊള്ളാത്തോണ്ടായിരിക്കും. ഒരു മിനിറ്റ്. സോറി, നിങ്ങളെ ഞാൻ ഇരുത്തി വെച്ചിട്ട് ഇങ്ങനെ സമയം കളയുന്നതിന്. ക്ഷമയുള്ളവരായിരിപ്പിൻ പ്രിയ സഹോദരങ്ങളെ, ക്ഷമയുള്ളവരായിരിപ്പിൻ. ഓക്കെ 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 അല്പസ്വല്പം ക്ഷമയുള്ളവരായിരിപ്പിൻ. ഓക്കെ, എവിടെയാ? ഓക്കെ, ഇപ്പം ചാർജ് കയറി. ഇപ്പം ചാർജറിനാണ് പ്രശ്നം. ഓട്ടെ, ചാർജ് കയറി വരട്ടെ. അപ്പോഴത്തേക്കും കൂടുതൽ വിവരങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ സുനൂഷ് പള്ളിയിൽ പോയോ? എനിക്ക് പള്ളിയും പട്ടക്കാരും ഒന്നുമില്ല മോനെ. സുനീഷ് രാജു, എനിക്ക് പള്ളിയും ഇല്ല, പട്ടക്കാരും ഇല്ല, ഒന്നുമില്ല. ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് വീട്ടിലിരുന്ന് എൻ്റെ കർത്താവിനെ നോക്കി മുറിയിൽ കടന്ന് വാതിലടച്ച് സ്വർഗത്തിലുള്ള പിതാവിനോട് പോയി പ്രാർത്ഥിക്കുമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ മുറിയിലിരുന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും. അത് കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പള്ളിയും ഇല്ല, പട്ടക്കാരും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് സംസാരിക്കാം. പള്ളിക്കാർ പുറത്താക്കുന്നോ, പട്ടക്കാർ പുറത്താക്കുന്നോ, പാച്ചറ പുറത്താക്കുന്നോ, പെന്തക്കോസിന്ന് പുറത്താക്കുന്നോ എന്നൊന്നും ആരെയും ഓർത്ത് പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അന്തസ്സായിട്ട് സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് ഇനിയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞതുപോലെ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതെ സ്വാതന്ത്ര്യത്തോടുകൂടി എന്ത് ചെയ്യണം? റീന മറുപടി കിട്ടണം, എന്നിട്ട് ഞാൻ ലൈവിൽ നിന്നും പോകത്തുള്ളൂ. തീർച്ചയായിട്ടും അതിനുള്ള മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു വിളിച്ചിരിക്കുന്നത് കൊണ്ട് വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് എന്ന് വചനം പറഞ്ഞിരിക്കുന്നത് എത്രയോ സത്യം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും ശക്തമായ രീതിയിൽ വിമർശിക്കാറുണ്ടെന്ന് വെച്ചാൽ ഈ പെന്തക്കോസുകാരെ പറയുമ്പം ചുമ്മാതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തന്നെ തോന്നാറുണ്ട്. ഇവന്മാരൊക്കെ ഒന്നും ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ദൈവത്തെ പേടിയില്ലാത്ത വർഗങ്ങളാണ്. മനസ്സിലായോ? ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ചെങ്കിലും പേടിയുണ്ട്, പക്ഷെ ഇവർക്ക് ദൈവത്തെ ഒട്ടും പേടിയില്ല. അതാണ് വിഷയം. ഓക്കെ, വരട്ടെ. കർത്താവിന് കിട്ടണമെങ്കിൽ അധികം ക്ഷമ വേണം. ഓക്കെ ഓക്കെ, വെറു ഹഷേം ആമേൻ തോതാ. ഷീല വി കെ, സുനിത കാനഡയിൽ നിന്നും വ്യാജ വാർത്ത പടച്ചു വിടുന്നു, അതിന് മറുപടി കൊടുത്തു കൈതേനു. അതിനൊന്നും മറുപടി കൊടുത്തിട്ട് കാര്യമില്ല ഷീല ചേച്ചിയും. അതൊക്കെ ഒരു പ്രൊപ്പഗണ്ടയാണ്. സുനിത ദേവദാസി എന്നൊക്കെ പറയുന്നത് ഒരു പ്രൊപ്പഗണ്ടയാണ്. പുള്ളിക്കാരത്തി മനഃപൂർവ്വം ഇസ്ലാമിക തീവ്രവാദികളുടെ നിന്ന് കാശ് മേടിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതൊരു ഈ
ഇതൊക്കെ ചെയ്യാറില്ലേ? ഒരു ചിലരൊക്കെ ചാനലിനകത്ത് പ്രൊമോഷൻ ചെയ്യാറില്ലേ? പ്രൊമോഷന് പൈസ മേടിക്കാറില്ലേ? ഇതുപോലെ ഇസ്ലാമിക തീവ്രവാദത്തിന് വേണ്ടിയിട്ട് അവർ പ്രൊമോഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പണം മേടിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് സുനിത ദേവദാസിയുടെ. അതുകൊണ്ട് സുനിത ദേവദാസി ഒന്നും പറയുന്നൊന്നും വലിയ ആനക്കാര്യമായിട്ടൊന്നും എടുക്കാൻ പോകേണ്ട കാര്യമേ ഇല്ല. കാരണം അത് ഓട്ടോമാറ്റിക്കലായിട്ട് എന്താ പറയുന്നത്, അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടൊന്നും അവറ്റിങ്ങളെ ഒന്നും മാനസാന്തരപ്പെടുത്താനോ തലയിൽ എന്തുവാ നന്നാക്കാനോ പോകേണ്ട കാര്യവും നമുക്ക് വരുന്നില്ല. മനസ്സിലായോ? അതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവിടെ ഒന്നും നമുക്ക് നമ്മുടെ സമയവും നേരവും കളയേണ്ട ആവശ്യവുമില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഷബീർ പി, എന്തായി ഗാസ? ഗാസ തീർന്നു കിടക്കുന്നു. അത് തന്നെയാണ് ഗാസ. ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു പത്രസമ്മേളനം, അതായത് സെനറ്റ് കൂടിയായിരുന്നു ഇന്ന് സെനറ്റ് കൂടിയിട്ട് അവർ തീരുമാനമെടുത്തിട്ട് വളരെ ശക്തമായി തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല, ഞങ്ങൾ യുദ്ധം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകത്തേ ഉള്ളൂ, പക്ഷെ അതിശക്തമായ യുദ്ധമായിട്ട് ഒറ്റയടിക്ക് ഞങ്ങൾ ചെയ്യില്ല, പക്ഷെ ഓരോ ദിവസവും അതിന്റെ തീവ്രത ഞങ്ങൾ കൂട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഇന്ന് ഒരുപാട് കെട്ടിടങ്ങൾ തകർത്തെറിഞ്ഞു. ഒരുപാട് ഹമാസ് തീവ്രവാദികൾ ഇന്ന് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സത്യമായ കാര്യം. ഒരുപാട് പേര് ഇന്ന് കൊല്ലപ്പെട്ടു, ഹമാസ് തീവ്രവാദികൾ. അപ്പോൾ യുദ്ധം അതിശക്തമായി തന്നെ എന്ത് ചെയ്യാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിനൊരു കുഴപ്പമോ ഒന്നും സംഭവിക്കത്തില്ല. ഇപ്പോൾ ഇന്ന് അവർ സെനറ്റ് കൂടി എടുത്ത തീരുമാനത്തിൽ വേറൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഖത്തർ നടത്തുന്ന ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഖത്തറിന്റെ കാലുപിടിക്കലിനോ ഒന്നിനും ഞങ്ങൾ കൂട്ടാക്കില്ല. ഞങ്ങളുടെ ബന്ധുക്കളെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഖത്തർ കാലു പിടിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടുകനെ ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ല. ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും ഗാസയിൽ നിന്നും ഞങ്ങൾ തുടച്ചുമാക്കി ഗാസ നിർജ്ജനമാക്കി തീർത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ച് പിന്നോട്ട് പോകത്തുള്ളൂ. റാഫയിൽ, അതായത് ഈജിപ്ത് റാഫ ബോർഡർ തുറന്നു കൊടുത്താൽ മാത്രമേ ഈജിപ്തിൽ നിന്നും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പല രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഈജിപ്ത് ഒരു കാരണവശാലും അത് ചെയ്തു കൊടുക്കുന്നില്ല. അപ്പൊ ഈജിപ്താണ് ഇവിടെ ക്രൂരൻ, ഇവിടുത്തെ വില്ലൻ കഥാപാത്രം ഈജിപ്താണ്. കാരണം ഈജിപ്ത് വില്ലനായിരിക്കുന്നത്, ഈജിപ്തിന് പേടി ഈ തീവ്രവാദികളെല്ലാം നമ്മന്റെ രാജ്യത്ത് കയറി വന്നു കഴിഞ്ഞ് നമ്മളെല്ലാം ഇല്ലാതാക്കിയാലോ എന്ന് ഈജിപ്ത് പേടിക്കുകയാണ്. അപ്പോൾ ഈ തീവ്രവാദികളെ എല്ലാവരും പേടിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അവന്റെ രാജ്യക്കാരെ അവനെ പേടിക്കുകയാണ്. നീ എനിക്കൊരു പുതിയ അറിവും തരണ്ട ഷബീറെ. നിന്റെ മീഡിയ വണ്ട് ചാനൽ അടിച്ചുവിടുന്ന പൊട്ട അറിവും അൽ ജസീറ അടിച്ചുവിടുന്ന കരച്ചിലൊന്നും നീ എനിക്ക് ഇവിടെ തരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അത് നീ കൊണ്ടുപോയി നിന്റെ മദ്രസ പൊട്ടന്മാർക്ക് കൊണ്ട് വിളമ്പിക്കൊടുക്ക്. അവന്മാരാകുമ്പോഴത്തേക്കും വാങ്ങിച്ചു വെച്ച് നന്നായിട്ട് വിഴുങ്ങിക്കൊള്ളും. മനസ്സിലായോ? അതുകൊണ്ട് പുതിയ അറിവൊന്നും നീ ഇങ്ങോട്ട് വെച്ച് കാച്ചേണ്ട കാര്യമില്ല. നിന്റെയൊക്കെ പുതിയ അറിവല്ലേ 5000 പട്ടാളം ചത്തുപോയി, 4000 ടാങ്കറുകൾ പൊളിച്ചിടുക്കി എന്നൊക്കെ പറഞ്ഞ നിന്റെയൊക്കെ പൊട്ട അറിവല്ലേ. അത് നിന്നെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടി മീഡിയ വണ്ണ് തള്ളുന്ന തള്ളും അൽ ജസീറ പറഞ്ഞു തരുന്ന കരച്ചിലും അല്ലേ. അതൊക്കെ നിന്റെ കയ്യിലങ്ങ് വെച്ചേച്ചാൽ മതി. മനസ്സിലായോ? 1000 പട്ടാളങ്ങളങ്ങ് മരിച്ചു വീഴുന്നു പോലും അവിടെ ഇന്ന് ഇതുവരയ്ക്കും മരിച്ചവരായിട്ട് നീ എനിക്ക് തരണ്ടെന്ന്. എനിക്ക് എന്തിനാ നീ തരാനിരിക്കുന്നത്? നീ കൊണ്ടുപോയി നിന്റെ മദ്രസ പൊട്ടന്മാർക്ക് കൊണ്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പൊ നീ പ്രത്യേകിച്ചൊന്നും തരാൻ ഇവിടെ നിൽക്കണ്ട. അങ്ങനെ നീ വല്ലതും വന്ന് ഇവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്ത് കളയും ചെയ്യും. കാരണം നിന്റെ ചപ്പും ചവറും വിളമ്പിക്കൊണ്ട് ഇവിടെ തന്നിട്ട് എന്റെ ഫോളോവേഴ്സിനൊക്കെ വിഴുങ്ങാൻ കൊടുക്കേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല. മനസ്സിലായോ? അങ്ങനെ വല്ല നീ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് തട്ടിയാ അപ്പൊ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും. മനസ്സിലായോ? സ്വയം നാറിച്ചാകണോ നിനക്ക്? അതിനേക്കാളും നല്ല നീ കൊണ്ടുപോയി വല്ല മദ്രസ പൊട്ടന്മാരുടെ വല്ല ചാനലും കാണും, അവിടെ കൊണ്ടുപോയിട്ട് തട്ടിക്കൊടുക്ക്. മനസ്സിലായോ? നിന്റെ പുതിയ അറിവൊക്കെ എടുത്തോണ്ട് പോയി അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്ക്. മനസ്സിലായോ? അല്ലാതെ ഇവിടെ നീ എന്റെ പേജിൽ കൊണ്ട് തട്ടിയാ ആ ചപ്പും ചവറും ഒക്കെ ഞാൻ എടുത്തങ്ങ് ബ്ലോക്ക് ചെയ്തങ്ങ് തട്ടും. ഷബീർ പി, നിനക്ക് കുറച്ച് മാന്യതയിൽ ടോക്ക് ചെയ്തൂടെ? നിന്നോടൊന്നും മാന്യതയിൽ ടോക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെയൊക്കെ മാന്യത ഞാൻ കണ്ടതല്ലേ. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ബലാത്സംഗം ചെയ്തിട്ട് കൊന്ന് ഇട്ടിരിക്കുന്ന പെൺകുട്ടികളുടെ ശവത്തെ പോലും ഭോഗിച്ചോണ്ട് പോയ കാമവെറിയന്മാരെ പിടിച്ചുകൊണ്ട് നീയെല്ലാം കൂടി ചേർന്ന് വീരപരവേശവും പോരാട്ട പരവേശവും ഒക്കെ കൊടുത്തിട്ട് ഹമാസ് പോരാളികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറിയും തിരിഞ്ഞും പാദസേവ ചെയ്ത് കൊടുക്കുമ്പോൾ നിന്റെയൊക്കെ മാന്യത കണ്ടതല്ലേ. അങ്ങനെയുള്ളവന്മാർക്കൊന്നും പ്രത്യേകിച്ച് മാന്യതയുടെ ഭാഷ സംസാരിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്റെ മാന്യതയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല ഇന്ന് വരയ്ക്കും. നല്ല മാന്യമായ ഭാഷയിൽ തന്നെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിന്റെ പുസ്തകത്തിന്റെ കഥകളൊക്കെ പറയുന്ന സമയത്ത് മാന്യതക്കേട് നിങ്ങൾക്ക് തോന്നുന്നത് അത് എന്റെ കുഴപ്പം കൊണ്ടല്ല. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന്റെ മാതിരിയും നമ്മന്റെ മതത്തിന്റെ രീതികൾക്കും അനുസരിച്ചുമാണ് അതിനെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ മാന്യതക്കേട് നിങ്ങൾക്ക് തോന്നുന്നത്. അതിന് എന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഷമീർ മനാക്ക
മനാക്കാവോട്. എന്നിട്ട് എന്തായിടി ഇപ്പോൾ ജൂതന്മാരുടെ കരച്ചിൽ കഴിഞ്ഞോ? അതാ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. ജൂതന്മാർ കരയുന്നൊന്നുമില്ല. ജൂതന്മാർ നല്ല ചിരിച്ചും ആനന്ദിച്ചും സന്തോഷിച്ചും ഞങ്ങൾ ഇവിടെ എല്ലാ ദിവസവും നല്ലതുപോലെ ജീവിച്ചും തിന്നും കുടിച്ചൊക്കെ തന്നെയാ പോകുന്നത്. ഇപ്പൊ കരഞ്ഞും മോങ്ങിയും ഇരുന്നോണ്ടിരിക്കുന്നത് നീയും നിന്റെ കൂട്ടരും ഹമാസ് തീവ്രവാദികളും പലസ്തീന്റെ കുഞ്ഞുങ്ങളും. അയ്യോ പലസ്തീന്റെ കുഞ്ഞുങ്ങൾ ചത്തടി, അയ്യോ ഇവര് കരുണയില്ലാത്തവന്മാര് പിഞ്ചു കുഞ്ഞുങ്ങളെയാണോ കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു ചാകുന്നതും മെഴുകുന്നതും നീയൊക്കെ അല്ലേ? ഞങ്ങളാണോ കരയുന്നത്? ഞങ്ങൾക്ക് കരയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളൊക്കെ പോയിട്ട് ഇരുന്ന് കരഞ്ഞാൽ മതി, മനസ്സിലായോ? അതുകൊണ്ട് കരച്ചിലിനെ കുറിച്ചൊന്നും ഇങ്ങോട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം യഹൂദന്മാർക്ക് കരയേണ്ട ആവശ്യവും വരുന്നില്ല. അവരെല്ലാം അന്നും ഇന്നും ചങ്കൂറ്റത്തോടു കൂടി ജീവിച്ചും അവരൊക്കെ അന്നും ഇന്നും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളെല്ലാം അഭിമുഖീകരിച്ച് പോയവരാണ്, മനസ്സിലായോ? അവരൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് പോയവരാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ചരിത്രം പറഞ്ഞുതരാം. ഈ ചരിത്രമൊക്കെ നിങ്ങളോട് പറഞ്ഞു തരണമെന്നൊക്കെ ഒരുപാട് മോഹിച്ചതാണ്. ഈ 60 ലക്ഷം യഹൂദന്മാർ 60 ലക്ഷം യഹൂദന്മാര് മാമൂത്തി സമാഷു ബെസേദ ഇത് മഫ്രിയ بسيطة. ഈ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് എന്നോട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും, മനസ്സിലായോ? അതുകൊണ്ട് ഫേക്ക് ഐ ഡിയിൽ വരുന്നവരൊക്കെ പോയിക്കോ. ഓക്കെ. ഷമീർ മനാക്കൗഡ് കരയുദ്ധം അങ്ങ് ഡാഷ് കളയുമെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പം മോങ്ങുവാണല്ലോ. ആരാടാ മോങ്ങുന്നേ? എടാ കരയുദ്ധം നടത്തിയത് കൊണ്ടല്ലേ ഇപ്പൊ ഗാസ മുഴുവൻ ഇസ്രായേലിന്റെ കയ്യിലിരിക്കുന്നത്. നിനക്ക് നാണം ഉണ്ടോടാ? സത്യം പറഞ്ഞാൽ നിനക്കൊന്നും നാണവും മാനവും ഉളുപ്പുമൊന്നും ഇല്ലെന്ന് വേണം പറയുവാനായിട്ട്. എത്ര കൊണ്ടാലും എഴുന്നേറ്റ്, അതായത് ഇടി കൊണ്ട് ഗോതയിൽ കിടന്നിട്ട് അവിടെ കിടന്നും പറയും ഞങ്ങൾ ജയിച്ചേന്ന് പറയും. ഒരുത്തൻ കപ്പ് പിടിച്ചുകൊണ്ട് ഇടി കൊടുത്ത് ഗോതയിൽ അവിടെ കടത്തിയിട്ടിട്ട് മറ്റവൻ കപ്പ് പിടിച്ചുകൊണ്ടിരുന്നാലും നിലത്ത് കിടന്നിട്ട് ഈ ജഗതിയെ പോലെ വിളിച്ചു പറയുന്നവന്മാരാണ് ഞാൻ ജയിച്ചേന്ന് പറഞ്ഞിട്ട്. നിനക്ക് നാണവും മാനവും ഒക്കെ ഉണ്ടോ നിനക്ക്? കരയുദ്ധം അങ്ങ് ചെയ്ത് കളയുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ട്. ഗാസ മുഴുവനായിട്ടും ഇപ്പൊ ഏകദേശം 3/4 ഭാഗവും ഇസ്രായേലിന്റെ കയ്യിലങ്ങ് വന്നു. എന്നിട്ടും നിനക്കൊന്നും ഒരു നാണവും മാനവും ഉളുപ്പും ഉണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഇപ്പൊ ഇന്ന് മോങ്ങുവാണല്ലോ. മോങ്ങുന്ന ആരാ? നീയൊക്കെയിലിരുന്ന് മോങ്ങുന്നേ. പലസ്തീന്റെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നേ. പലസ്തീന ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഇന്ന് മാർപ്പാപ്പ പറയുകയാണ്, ക്രിസ്മസ് ദിനത്തിൽ പലസ്തീന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പലസ്തീൻ ജനതയെ ഓർത്ത് യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് മാർപ്പാപ്പ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും അതിന്റെ താഴെ വന്ന കമന്റ് മുഴുവനും നോക്കി എല്ലാ നമ്മന്റെ മതക്കാര്, നമ്മുടെ ഒരു പ്രത്യേക മതക്കാര് താഴെ ഇരുന്ന് പോസ്റ്റ് ഇട്ട് തള്ളുകയാണ്. മനുഷ്യപ്പറ്റില്ലാത്തവന്മാര്, ക്രൂരന്മാര്, പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് കൊന്നെടുക്കുന്നത്, അവിടെയുള്ള പാവം ജനങ്ങൾക്ക് ജീവിക്കാൻ വരികയില്ലെന്ന് പറഞ്ഞ് 116 കമന്റ് ഇങ്ങനെ ഇട്ട് മോങ്ങിക്കരയുന്നത് മുഴുവനും ജൂതന്മാർ വന്നിരുന്ന് മോങ്ങുവാണോ? എടാ വൃത്തികെട്ടവന്മാരെ, ജൂതനാണോ വന്നിരുന്ന് മോങ്ങുന്നേ? നീയൊക്കെയല്ലേ വന്നിരുന്ന് മോങ്ങുന്നേ? ഏത് 3 ദിവസം കൊണ്ട്, ഒരു മിനിറ്റ്, നീ തെറി പറയുന്നത്, നീ 3 ദിവസം കൊണ്ട് ജൂതന്മാർ ഇപ്പൊ മോങ്ങുവാണല്ലോടി. 3 ദിവസം കൊണ്ടാ നിന്നോട് പറഞ്ഞു ജൂതന്മാർ വന്നിട്ട്? നിന്നോടാണോ പറഞ്ഞു 3 ദിവസം കൊണ്ട് ഞങ്ങൾ തീർത്തിരാമെന്ന്? പോടാ നാണം വിട്ടവനെ. നിനക്കൊക്കെ നാണവും മാനം ഉണ്ടാടാ.
എടാ 3/4 ഗാസയും പിടിച്ചു വെച്ചിട്ട് അവിടെ ഉള്ള സകല വീടും കെട്ടിടങ്ങളും അതും ഇതും സ്കൂളും എല്ലാം നിലംപരിഞ്ചായിട്ട് 10-20,000 എണ്ണം ചത്തൊടുങ്ങിയിട്ടും ഒരു കൂസലും ഇല്ലാതെ അടുത്ത യോധയിൽ വന്ന് ഞാൻ കാണാമെന്ന് പറയുന്ന നിനക്ക് നാണവും മാനവും ഉടുപ്പും ഒക്കെ ഉണ്ടോ? അതെങ്ങനെ കാണാനാ? അതെങ്ങനെ നിന്റെയൊക്കെ വർഗത്തിന് എങ്ങനെ നാണവും മാനവും കാണുന്നേ? നിന്റെയൊക്കെ വർഗത്തിന് നാണവും മാനവും എന്നൊക്കെ പറയുന്നത് എവിടെ കാണാനാ? നാണവും മാനവും ഇല്ലാത്ത രീതിയിൽ ജീവിക്കാനായിട്ട് നിന്നെയൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുമ്പം എല്ലാ തക്കയും അടിച്ചു വിടാനായിട്ട് നിന്നെയൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുമ്പോൾ നിനക്കൊന്നും നാണവും മാനവും കാണത്തില്ലല്ലോ. അവിടെ 3/4 പിടിച്ച് ഈ യുദ്ധമൊന്നും അങ്ങനെ 3-4 ദിവസം കൊണ്ട് തീർക്കേണ്ട ഒന്നല്ല യുദ്ധം എന്ന് പറഞ്ഞാൽ. ഇസ്രായേൽ മൊത്തത്തിൽ തീർക്കണമെന്നുണ്ടെങ്കിൽ റാഫ സിറ്റിയെ റാഫയില് ബോർഡർ ഒന്ന് ഈജിപ്ത് തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ഇസ്രായേൽ മൊത്തത്തിൽ തീർത്തന്നെയായിരുന്നു. നിന്റെയൊക്കെ ക്രൂര മനസ്സ് ഇസ്രായേലിന് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പലസ്തീനെ മുഴുവനത്തിന് ഇസ്രായേൽ തീർത്തിട്ടുണ്ടേനെ, ഒറ്റയടിക്ക് പിടിച്ചേനെയായിരുന്നു. അതിനുള്ള ആയുധക്കരുത്തൊക്കെ ഇസ്രായേലിനുണ്ട്. പക്ഷെ നീയൊക്കെ മോങ്ങുന്ന കുറെ എണ്ണങ്ങൾ അവിടെ കിടക്കുന്നത് കൊണ്ടാണ് ഇസ്രായേൽ എന്ത് ചെയ്യാത്തത്. അവരോട് കാണിക്കുന്ന മനുഷ്യപ്പറ്റും കാരുണ്യവുമാണ് ഇങ്ങനെ ഇസ്രായേൽ എന്ത് ചെയ്തത്, പതുക്കെ യുദ്ധം കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? എന്നിട്ട് ഇപ്പോഴും എന്തുവാ ജൂതം കൊടുക്കുന്ന വെള്ളം കുടിച്ചുകൊണ്ട് ജീവിക്കുക നാറിയ വർഗ്ഗങ്ങള്, ജൂതം കൊടുക്കുന്ന കരണ്ടും പിടിച്ചുകൊണ്ടിരിക്കുക. ഈ പലസ്തീന്റെ ആൾക്കാർ മുഴുവനും ജൂതൻ ഇപ്പോഴും കൊണ്ട് കൊടുക്കണം ആഹാരം. ഷരോൺ ഇസ്രായേലിലുള്ള ഒരു ബോർഡർ തുറന്ന് അതുവഴിക്കാൻ ഇപ്പൊ ടാങ്കർ കണക്ക് വെള്ളവും ആഹാരം ഇസ്രായേൽ കൊടുത്തോണ്ടിരിക്കും ഇവന്മാർക്ക്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ വന്നിട്ട് പറയുകയാണ് ഈ ജൂതൻ ഇരുന്ന് മോങ്ങുന്നു എന്ന്. നീയൊക്കെ ഇരുന്ന് മോങ്ങുന്നത് കൊണ്ടാണ് ജൂതന് ആഹാരം കൊണ്ട് കൊടുക്കേണ്ടി വരുന്നത്. എന്നിട്ടും ഒരു ഉളുപ്പൊന്നുമില്ലല്ലോ നിനക്കൊന്നും. ഇത്രയൊക്കെ ആയിട്ടും അവിടെ കിടന്ന് മോങ്ങി കരഞ്ഞ് നിലവിളിച്ച് നിന്റെയൊക്കെ മോങ്ങലും കരച്ചിലും വരെ എല്ലാ ഇതിനകത്തും കാണാം, കമന്റിനകത്തും കാണാം. സന്തോഷ് തോമസ്, റീന സഹോരി, ഞാൻ അല്പം തിരക്കിലാണ്. ഓക്കെ ബ്രദർ, സോറി, പോയിക്കോ. ഒരു മിനിറ്റ്, ഞാൻ ഒരു ലമാലോനെ വോൾ ഞാൻ പിന്നെ നീ ആരാ? വിദേശകാര്യ നയന്ത്രയോ? ഞാൻ ആരുമായിട്ട് പോട്ടെ, നീ പ്രത്യേകിച്ച് എന്റെ കാര്യം തിരക്കി ഇങ്ങോട്ട് വരണ്ട. സുനിൽ സിറിൽ ബ്രദർ, അതേ ബ്രദറെ, അവർക്ക് എത്ര പേര് ചത്താലും കുഴപ്പമില്ല, ഒരു യഹൂദന്റെ രോമത്തിൽ തൊടാൻ പോലും പറ്റുന്നില്ല. ആ ഒരു വിഷമം എങ്ങനെ കരഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞിട്ട് ഉമാർക്ക് അറിയത്തില്ല. അതുകൊണ്ട് കമന്റ് വന്നിട്ട് എന്തോ വീരവാദം അങ്ങ് അടിച്ചു വിടുന്നത് പോലെ അടിച്ചു വിടുക. ചില സമയങ്ങളിലൊക്കെ ഉമ്മയുടെ കമന്റ് കണ്ടാലുണ്ടല്ലോ എത്രമാത്രം ഒരു ഉളുപ്പുമില്ലാതെ എന്തോ കള്ളം പറയാൻ മടിയില്ലാത്ത വർഗ്ഗങ്ങളായി ഉമാര്. ഇസ്രായേലിന്റെ ആയിരക്കണക്ക് ടാങ്കറുകൾ അങ്ങ് അടിച്ച് പൊട്ടിച്ച് തകർത്തു കളഞ്ഞു. ഇസ്രായേലില് എന്തോ പറഞ്ഞ ഇപ്പൊ വരെയും ഇസ്രായേലിൽ മരിച്ച സൈന്യം എന്ന് പറഞ്ഞാൽ 157 പേരാ. ഇന്നലെ പോലും 5 പേര് കൊല്ലപ്പെട്ടു. മനസ്സിലായോ? ഇന്നലെ 5 പേര് കൊല്ലപ്പെട്ടു. അങ്ങനെ 157 സൈന്യമാ എന്തോ ചെയ്തത് ഈ ഇസ്രായേൽ ഇതുവരയ്ക്കുമുള്ള കണക്കനുസരിച്ച് മരണപ്പെട്ടിട്ടുള്ളത്. പക്ഷെ പറയുന്നത് 1000 പേര് അങ്ങ് ചത്തൊടുങ്ങി. ഇനി 5000 പേര് ചത്തൊടുങ്ങിയാലും ഇസ്രായേലിൽ വിഷയമില്ലാതെ. കാരണം അവരെല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷികളാകുകയാണ്. കാരണം അവിടെ ഞങ്ങളുടെ രാജ്യത്തിലെ ജനതകളെ സംരക്ഷിക്കാനാണ്, അവരെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൂത്തികൾ ഷമീർ, എന്നാ ഹൂത്തികളെ ഇങ്ങോട്ട് വരാൻ പറ. കുറെ കാലം കൊണ്ട് നീയൊക്കെ പറയുന്നുണ്ടല്ലോ ഹൂത്തികൾ ഇപ്പൊ വന്ന് തീർത്തു കൊടുക്കും, ഹിസ്ബുള്ള ഇപ്പൊ തീർത്തു കൊടുക്കും, അങ്ങനെ ചെയ്ത് കളയും ഇങ്ങനെ ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞില്ല. അടിച്ചോട് ചുരുക്കല്ലേ. എടാ വരാൻ പറയടാ. ഇറാൻ എവിടെ പോയി? തുറാൻ എവിടെ പോയി? ഇറാനെ കാണുന്നില്ല, ഖത്തറിനെ കാണുന്നില്ല, സൗദിയെ കാണുന്നില്ല, സിറിയയെ കാണുന്നില്ല. യവന്മാരൊക്കെ എവിടെ പോയി? എല്ലാരും പോയി. എവിടെ പോയി? നീയൊക്കെ പറഞ്ഞല്ലേ പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ ഇസ്രായേലിനെ അങ്ങ് തീർത്തുകളെ അന്തിമ വിജയം തള്ളാഹുവിനാണെന്ന് പറഞ്ഞിട്ട് ആ തള്ളാഹുവിന്റെ തള്ളും കേട്ട് നീയൊക്കെ തള്ളിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഗാസ മുഴുവനായും ഇസ്രായേലിന്റെ കയ്യിലിരിക്കുക. തള്ളാഹുവിന്റെ തള്ളു കേട്ട് പോയതാ. അങ്ങനെ തള്ളി നിന്നെയൊക്കെ തള്ളി പിടിച്ച് പലസ്തീനികളെ മുഴുവനും ഇസ്രായേൽ അങ്ങ് തള്ളി അങ്ങ് എന്ത് ചെയ്തു റാഫയിൽ കൊണ്ടങ്ങ് ഇട്ടിരിക്കുക. ഇപ്പം അവിടെ കിടന്ന് തിന്നയോ കുടിക്കുകയോ എവിടെ കിടന്ന് ഉറങ്ങുകയോ അവിടെ കിടന്ന് വെള്ളത്തിൽ കിടന്ന് മുങ്ങി ചാകുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് തള്ളി ഇട്ടിട്ടുണ്ട്. തള്ളാഹു തള്ളി ഇപ്പൊ കൂട്ടത്തി ഇസ്രായേലും കൂടി തള്ളി അങ്ങ് തന്നു. എന്തായാലും തള്ളാഹു തള്ളി തരികയല്ലേ, അതങ്ങ് വാങ്ങിച്ചോന്ന് പറഞ്ഞ് ഇസ്രായേലും കൂടി അങ്ങ് തന്നു. മനസ്സിലായോ?
അതുകൊണ്ട് ഹൂത്തികൾ വന്ന് അങ്ങ് ചെയ്തു കളയും, അങ്ങനെ ചെയ്തു കളയും, ഇങ്ങനെ ചെയ്തു കളയും എന്ന് കുറെ ദിവസം കൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരുത്തം കമ്മ്യൂണിറ്റിയിൽ 10,000 ഹൂത്തികൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന് ഇതുവരെയ്ക്കും അവിടെ പുറപ്പെട്ടവരൊക്കെ എത്തിയില്ലേ? വഴിയിൽ വല്ലതും അവിടെ തൂറിക്കൊണ്ട് കിടക്കുവാണോ, തൂറാനെടുത്ത് വെച്ചോണ്ട്? അബ്ദുൽ ലത്തീഫ്, കണക്ക് നിങ്ങൾക്കാണ് തെറ്റിയത്. അതെ അതെ, അൽ ജസീറയുടെ കണക്കും മീഡിയ വണ്ണിന്റെ കണക്കും ഇല്ലേ, അത് നിങ്ങൾക്ക് ഭയങ്കര കണക്കാണ്. അൽ ജസീറയും മീഡിയ വണ്ണും നോക്കിക്കുന്നു. ഈ മദ്രസ പൊട്ടന്മാര് മദ്രസയിലുള്ള പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരുന്നതിന്റെ ഗുണമാണ് ഇന്ന് ക്രിസ്ത്യാനികൾക്ക് കയറി ഇരുന്ന് എന്ത് ചെയ്യേണ്ടത്, അലക്കേണ്ടി വരുന്നത് നിന്റെയൊക്കെ മതത്തെ എടുത്ത്. മനസ്സിലായോ? കണക്ക് ഞങ്ങൾക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞത് മദ്രസയിൽ നിന്റെ ഉസ്താദുമാർക്ക് തെറ്റിയ കണക്ക് വെച്ചിട്ട് നിങ്ങളെ പഠിപ്പിച്ചതിന്റെ കൂറാണ്. അതുപോലെ അൽ ജസീറയും മീഡിയ വണ്ണും കൂടി തരുന്ന കണക്ക് വെച്ചിട്ട് നീയൊക്കെ തള്ളാനിരുന്നു കഴിഞ്ഞാൽ തള്ളി കാലം ഒന്നും തീർക്കില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. അതുകൊണ്ട് കൂടുതൽ കണക്ക് ഇതൊന്നും ഇങ്ങോട്ട് പഠിപ്പിക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? റദീഷ് KDY സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ ഏത് പൊട്ടനും കഴിയും? എത്ര ഹമാസ് ആൾക്കാർ മരിച്ചുവല്ലോ എന്ന് കണക്ക് വല്ലതും ഉണ്ടാവും? എടാ, മരിച്ചുപോയത് മുഴുവനും ഹമാസാ. ആ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും അവിടെ മരിച്ചു വീണത് മുഴുവനും ഹമാസാ. അല്ലാതെ ഹമാസ് അല്ലാത്ത പൊട്ടന്മാരല്ലല്ലോ അവിടെ മരിച്ചു വീണത്. നീ ഇന്ന് ഹമാസ് പ്രേമം മൂത്ത് കിടക്കുന്ന നീ അവിടെ കിടക്കുമ്പോ നീയും ഹമാസാ. നീ മരിച്ചാലും ഹമാസ് മരിച്ചതിന് സമൂഹാ. വിവരദോഷി. അവിടെ കിടക്കുന്ന പലസ്തീനികൾ മുഴുവനും ഹമാസ് പ്രേമം മൂത്ത് കിടക്കുന്ന ഹമാസ് ഭ്രാന്തന്മാരല്ലേ? അവിടെയുള്ള പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ട് കൊടുത്ത സാധനങ്ങളല്ലേ ഈ കിടക്കുന്ന മുഴുവനും വന്ന് ഇവിടെ പൊട്ടിച്ചാകാൻ നടക്കുന്നത്? അവിടെയുള്ള സാധാരണക്കാരെന്ന് പറയുന്ന മനുഷ്യരാര്? ക്രിസ്ത്യാനികളോ നീ പറയുന്നേ? അല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുക. സാധാരണക്കാരാണ് മരിച്ചു വീഴുന്നത്. സ്ത്രീകളും കുട്ടികളും. ആ സ്ത്രീകളും കുട്ടികളും ക്രിസ്ത്യാനികളാണോ മരിച്ചു വീഴുന്നത്? നിന്റെ വർഗത്തിൽപ്പെട്ട സാധനമല്ലേ ഈ തീവ്രവാദി കുട്ടികളല്ലേ മരിച്ചു വീഴുന്നത്? അപ്പൊ എല്ലാം കണക്കെല്ലാം 19 അല്ലേ? അണലി കുട്ടികൾ മരിച്ചു പോയാലും അതുവാ അണലി തന്നെയാണ്. അത് അണലി കുട്ടിയാണെന്ന് പറയാൻ പറ്റുമോ? അതിനും വിഷമുണ്ടെങ്കിൽ അത് മണലിയാണ് മരിച്ചു പോയത്. മനസ്സിലായോ? അപ്പം സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ ഏത് പൊട്ടനും കഴിയും? എത്ര ഹമാസ് ആൾക്കാർ മരിച്ചു വല്ല കണക്കുണ്ടോ? ഹമാസ് ആണ് മരിച്ചത് മൊത്തത്തില്, പൊന്നു മോനെ. അല്ലാതെ ഷീകളും കുട്ടികളും എന്ന് പറഞ്ഞ് നീ പ്രത്യേകിച്ച് എന്ത് ചെയ്യണ്ട, അങ്ങ് വെള്ള പൂശി അങ്ങിരുന്ന് മോങ്ങണ്ട. മരിച്ചു വീണത് മുഴുവനും ഹമാസ് തീവ്രവാദികൾ തന്നെയാണ്. പലസ്തീനിലെ സകല തീവ്രവാദികളും ഹമാസുകൾ തന്നെയാണ്. ഈ ഹമാസ് തീവ്രവാദികൾക്ക് പാല് കൊടുത്ത് ചോറ് കൊടുത്ത് തീറ്റിച്ചത് മുഴുവനും ഇവറ്റ് വർഗങ്ങളാണ്. ജനിച്ചു വീണ ഈ പലസ്തീനിൽ ജനിച്ചു വീണതല്ലേ ഈ ഹമാസ്? അല്ല, ഹമാസ് എന്ന് പറയുന്ന ഒരു 10 പേര് കൂടി ചേർന്ന സാധനമാണോ? അല്ല, അറിയാണ്ടിരിക്കുക. ഹമാസ് ഒരു വെറും 10 പേരാണോ? 25 ലക്ഷം വരുന്ന ഈ സാധനങ്ങളും ഹമാസികളാണ്. അല്ലാത്തവരെന്ത് ചെയ്യും? ഹമാസിന് വിരോധമായിട്ടാണ് എഴുന്നേക്കുന്നത്. അങ്ങനെ വല്ലവരും മരിച്ചു വീണിട്ടുണ്ടെങ്കിൽ അയ്യോ ഹമാസിനെതിരെ നിന്നവരൊക്കെയാണ് മരിച്ചു വീണെന്ന് പറഞ്ഞാൽ അതില്ലാത്ത വല്ലതും പറയാനുണ്ടെന്ന് പറയാം. എടാ, ഇത് മൊത്തവും ഹമാസ് പ്രേമികൾ മൂത്ത് കിടക്കുന്ന നീ മരിച്ചു വീണാലും ഹമാസാ മരിച്ചു വീഴുന്നതിനെ പറയാൻ പറ്റത്തുള്ളൂ. നിന്റെ വിടുവായത്തരം കേൾക്കാൻ കുറെ പൊട്ടന്മാരുണ്ട്. അവന്മാരെ കണ്ടു നീ അധികം നെഗളിക്കണ്ട. എടാ പൊട്ട, ആ വിടുവായത്തരം കേൾക്കാനല്ലേ നീയും വന്ന് കിടക്കുന്നേ? അപ്പം ഇല്ലെങ്കിൽ നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? നീ അങ്ങ് പോയിക്കൂടായിരുന്നോ? അല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുവാ. ഞാൻ പറയുന്ന വിടുവായത്തരമാണെങ്കിൽ അത് കേൾക്കാൻ നീയും കൂടിയല്ലേ ഇവിടെ വന്ന് കിടക്കുന്നത്? സ്വയം നീ പൊട്ടൻ എന്ന് പറഞ്ഞ് സ്വയം ട്രോളുകയാണോ? കുറെ പൊട്ടന്മാരുണ്ട്, അവന്മാരെ കണ്ട് നീ അധികം നെളികളിക്കുക. ഞാൻ ആരെയും കണ്ട് നെളിക്കുന്നില്ല. എനിക്കിവരെ ആരെയും കണ്ട് നെളിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇസ്രായേലിൽ ജീവിച്ചുകൊണ്ട് ഞാൻ ഇസ്രായേലിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഞാൻ നെളിക്കുന്നത് ആരുടെ ഓർത്തിട്ടാണ്, ആരുടെ കൂടെ, ആരുടെ എന്ത് പറയുന്ന ബലത്തിലാണ് നെളിക്കുന്നത് എനിക്കല്ലേ അറിയത്തുള്ളൂ. ഈ 10 പേര് 20 പേര് എൻ്റെ ലൈവിൽ വന്ന് കണ്ടുകൊണ്ട് പോയത് കൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നും കിട്ടാൻ പോണില്ല. ലക്ഷക്കണക്ക് വരുന്ന് കണ്ടാലും 1000 പേരെന്ന് കണ്ടാലും എനിക്ക് ഈ ലൈവിൽ നിന്നും ഒരു ഗുണവും കിട്ടാൻ പോണില്ല. മനസ്സിലാകുന്നുണ്ടോ? കുറെ പൊട്ടന്മാർ പറയുന്നത് റീനോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നതെന്ന്. ഈ പൊട്ടന്മാരോടൊക്കെ എന്ത് ഞാൻ പറയാനാണ്? എൻ്റെ ലൈവ് കൊണ്ട് ഇത്രയും കാലം ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ലക്ഷക്കണക്ക് എനിക്ക് ഉണ്ടാക്കാമായിരുന്നു, കോടികൾ എനിക്ക് ഉണ്ടാക്കാമായിരുന്നു. 4 വർഷത്തെ കണക്ക് വെച്ചാണെങ്കിൽ കോടികൾ എനിക്ക് ഉണ്ടാക്കാമായിരുന്നു. ഞാൻ ലൈവ് സ്ട്രീം ചെയ്തതിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പം കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും 3-4 ലൈവ് സ്ട്രീമൊക്കെ ഇതിനു മുമ്പൊക്കെ വന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ട് ഞാൻ.
അങ്ങനെ കോടികൾ എനിക്ക് സമ്പാദിക്കാമായിരുന്നു. എന്നിട്ട് പോലും എൻ്റെ പേജ് ഇന്ന് വരെയും ഞാൻ ആർക്കും കൈകൊടത്തിയിട്ടുമില്ല, ഒരു ആൾക്കാരുടെയും എന്താ പറയുന്നത് പ്രൊമോഷനും ചെയ്തിട്ടില്ല, ഒരു മണ്ണാങ്കട്ടിയും ചെയ്തിട്ടില്ല. പല പരസ്യക്കാരും എന്നോട് വന്ന് സമീപിച്ചിട്ട് പേജ് തരാൻ ആവശ്യപ്പെട്ടിട്ട് പോലും എൻ്റെ പേജ് ഞാൻ ഇതുവരെയും കൊടുത്തിട്ടില്ല, 1 രൂപയ്ക്ക് പോലും വേണ്ടിയിട്ട്. മനസ്സിലായോ? കാരണം എനിക്ക് ജീവിക്കാനുള്ളതിന് ഞാൻ അധ്വാനിക്കുന്നുണ്ട്. എൻ്റെ കൈക്കും കാലിനൊക്കെ ദൈവം ആരോഗ്യം തന്നത് എന്തിനാണെന്നറിയാമോ? പണിയെടുത്ത് ജീവിക്കാനാ. അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ അധ്വാനിച്ചിട്ട് എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ കഴിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരുത്തന് ഒരു നേരത്തെ അന്നത്തിന് വകയാകുമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അന്നം കൊടുക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായോ? അല്ലാതെ എനിക്ക് ഈ ലൈവിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് വിടവായിത്തരം വിളിച്ച് പറയേണ്ട കാര്യം വരുന്നില്ല. പണം കിട്ടാനാണ്, പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്തും പറയുന്നു എന്ന് പറയാം. എടാ, ഒന്നും വാങ്ങിക്കാതെ ഞാൻ പറയുന്ന സ്ഥിരമായിട്ട് ലൈവിൽ വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിൽ അതിന് എന്തോ കാര്യം ഉണ്ടായിട്ടല്ലേ? അല്ലെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ചുമ്മാതെ. എനിക്ക് ഫോളോവേഴ്സിനും വേണം. ഞാൻ എപ്പോഴും പറയാറില്ല, ആരോടും ഞാൻ വന്നിട്ട് എല്ലാവരും പറയുന്ന കണക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൻ അടിക്കൂ, ഓൾ ബട്ടൺ അമർത്തൂ, ഷെയർ ചെയ്യൂ എന്നൊന്നും ഞാനും പറയാറില്ല ഇന്ന് വരെയും. നിങ്ങൾ സ്ഥിരമായി കണ്ടുവരുന്ന കാഴ്ചകളാണ് എല്ലാ ചാനലുകാരും പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അണുത്തു, ഫോളോ ചെയ്യൂ, എന്തൊക്കെയാ പറയുന്നത്. ഇൻസ്റ്റാഗ്രാം കിടക്കുന്നു, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നു വരെ ആൾക്കാർ വിളിച്ചു പറയുന്നു. എനിക്കും ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അവിടെ കിടക്കുക. ഞാൻ ആരെയും വിളിച്ച് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യും. എനിക്ക് എങ്ങനെ ഫേമസ് ആയി മാറണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല മക്കളെ. മനസ്സിലായോ? എനിക്ക് വലിയ ഫേമസ് ആയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ മുഴുവനും എന്തോ ആണ് എന്നൊന്നും എനിക്ക് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനുള്ള സത്യം സത്യമായി വിളിച്ചു പറയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കും, കേൾപ്പാൻ ചെവിയില്ലാത്തവൻ കേൾക്കണ്ട, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇതുകൊണ്ട് വലിയ നേട്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എൻ്റെ ലക്ഷ്യം, എൻ്റെ പഠിപ്പിക്കല്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ സത്യാവസ്ഥയും നിജസ്ഥിതിയും എന്ന് പറയുന്നത് ലോകത്തിൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? ലോകത്തിൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു. തീവ്രവാദികൾ ലോകത്തെ കൈകടത്താൻ പോകുന്നു. ഡെൻവർ എയർപോർട്ട് എന്ന് പറഞ്ഞൊരു എയർപോർട്ടുണ്ട് അമേരിക്കയിൽ. 1994 ഡെൻവർ എയർപോർട്ടിൽ ഒരു ചിത്രം വരച്ചു വെച്ചു. ഞാൻ നിങ്ങളെ ഡെൻവർ എയർപോർട്ടിൻ്റെ പടമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഞാൻ ഈ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓണാക്കട്ടെ. എല്ലാം കൊണ്ടും കണക്കെല്ലാം 19. നിങ്ങൾക്ക് ചില തെളിവ് സഹിതം ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടിയെട്ടത്തുള്ളൂ. ഒരു മിനിറ്റ്. ഓക്കെ ഓണായി. പണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന മൊബൈൽ ഫോൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ മൊബൈൽ ഫോൺ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പണ്ട് നിങ്ങൾക്ക് ഞാൻ ഇതിലൊക്കെയാണ് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഒന്ന് വലുതായിട്ട് കാണിക്കണമെന്നൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാനാ? ഇതിനകത്തുള്ള സ്ക്രീൻഷോട്ട് എടുക്കുന്നത് മറന്നുപോയി ഞാൻ. പോട്ടെ, അത് പോട്ടെ. സോറി കേട്ടോ, സോറി. നിങ്ങളെ ഇരുത്തി വെച്ചിട്ട് സമയം ഇങ്ങനെ കളയുന്നതിന് സോറി. അയ്യോ, ഒരു മിനിറ്റ്. മസ്ലിമ, ഒരു മിനിറ്റ്. ഓക്കെ ഇതാ ഫോട്ടോ വന്നു തുടങ്ങി. നിങ്ങളിത് കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഫോട്ടോ ഒരുപാട് പേര് ഈ ഫോട്ടോകളൊക്കെ ഇങ്ങനെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഡെൻവർ എയർപോർട്ടിൽ വരച്ചു വെച്ചിരിക്കുന്ന പിക്ചറാണ്. മനസ്സിലായോ?
പുതിയ ഫോൺ വാങ്ങിച്ചു എന്നല്ല, ഈ ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ കുറേ കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ തന്നെയാണ്. പക്ഷെ ഈ ഫോണിനകത്ത് ചാർജ് ഒട്ടും കയറാത്തത് കൊണ്ട് ഇത് കുറേ ദിവസം ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ബാറ്ററി തിരക്കിപ്പോയി. ഇത് വന്നിട്ട് സാംസങ് ഗാലക്സി J7 ആണിത്. ഇത് ഈ ഫോണ് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ കണ്ടോ ഈ ഫോൺ? ഇപ്പോഴും പുതിയതുപോലെ ഇരിക്കുവാ ഈ ഫോൺ. എൻ്റെ ഉപയോഗം കണ്ടോ? ഇത് ഒരിക്കൽ കടയിൽ കൊണ്ട് കൊടുത്തപ്പോൾ കടക്കാർ എന്നോട് ചോദിക്കുക എത്ര വേണമെങ്കിലും കാശ് തരാം, ഈ ഫോണ് ഞങ്ങൾക്ക് തരാമോ എന്ന് പറഞ്ഞ് കടക്കാർ ചോദിക്കുക. കാരണം ഈ മോഡലൊന്നും ഇപ്പം ഇല്ല. ഇത് സാംസങ് ഗാലക്സി J7 ആണിത്. എന്നിട്ട് പോലും ഈ ഫോൺ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? പുതിയതുപോലെ ഇരിക്കും. എത്ര വർഷമായ ഫോണാണെന്ന് നോക്കിക്കൊണ്ടേ ഇത്. എന്നിട്ട് പോലും സാധാരണ ഫോണുകളൊന്നും ഇങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. എൻ്റെ ഇതെല്ലാം സ്ക്രീനെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സകലതും നീറ്റ് ആൻഡ് ക്ലിയർ ആണ് ഈ ഫോണ്. പക്ഷേ ഇതിൻ്റെ ബാറ്ററി പോയി കിടന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ബാറ്ററി തപ്പിപ്പിടിച്ച് ഞാൻ പുതിയ ബാറ്ററി വാങ്ങിച്ചിട്ടു. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ഫോണ് ഇപ്പം ഉപയോഗമായിട്ടിരിക്കുന്നത്. കണ്ടോ? അത് പുതിയതുപോലെ നീറ്റായിട്ടിരിക്കുന്നുണ്ട് ഫോണ്. ഓക്കെ, ഞാൻ ഈ ഫോട്ടോയുടെ കാര്യം ഇനി പറയട്ടെ. ഇനി അതിന് വിട്ട് പോകണ്ട, വിഷയത്തിലേക്ക് മാറിപ്പോകണ്ട. ഇതാണ്ടോ, ഇത് കാട്ടുതീ പടരുന്നതിനെ കുറിച്ചാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാം കൊണ്ടും ഇത് ഹീബ്രുവിലാക്കിയിരിക്കുക. കാരണം ഞാൻ ഈ ഫോണ് യാക്കോവിന് കുറച്ച് ദിവസത്തേക്ക് കൊടുത്തിരുന്നു. യാക്കോവ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ഞാൻ പറഞ്ഞില്ല, യാക്കോവാണ് നാട്ടിൽ വന്നിരുന്നത്. എൻ്റെ വീട് പാല് കാച്ചാൻ വേണ്ടി വന്നത് യാക്കോവായിരുന്നു. അപ്പോൾ യാക്കോവ് വന്നപ്പോഴത്തേക്ക് ഞാൻ യാക്കോവിന് ഈ ഫോണ് കൊടുത്തു വിട്ടിരുന്നു. കാരണം യാക്കോവിന് ഞാൻ പറഞ്ഞില്ലേ, സാധാ ഈ കുഞ്ഞു ഫോണേ ഉള്ളൂ വിളിക്കാനായിട്ട്. അപ്പോൾ ഇത് കയ്യിൽ കൊടുത്തപ്പോഴത്തേക്കും ഓക്കെ, അതുകൊണ്ട് ഇതെല്ലാം ഹീബ്രുവിലാക്കിയാണ് കൊടുത്തത്. അതുകൊണ്ട് ഓക്കെ, ഈ ഫോട്ടോ നിങ്ങളത് കാണില്ല, ഇതാണ് കാണേണ്ടത്. ഇത് കണ്ടോ നിങ്ങൾ? ഇതിനകത്ത് നിങ്ങൾ എന്താ കാണുന്നത്? അയ്യോ, ഇതിനകത്ത് എന്താ നിങ്ങൾ കാണുന്നത്? നിങ്ങൾ കാണുന്നത് രണ്ട് പ്രാവുകളെ ഒരു വാളുകൊണ്ട് വെട്ടിയെരിഞ്ഞിട്ട് കയ്യിലൊരു തോക്കിരിക്കുന്ന ഒരു തീവ്രവാദി. ആ വസ്ത്രം തന്നെ കണ്ടല്ലോ, നമ്മുടെ പച്ച നമ്മൻ്റെ തീവ്രവാദിയുടെ വസ്ത്രം. അപ്പോൾ അവൻ്റെ കയ്യിൽ എന്തുവാ ഇരിക്കുന്ന? വാളും തോക്കുമാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അവൻ്റെ കയ്യിലിരിക്കുന്നത് വാളും തോക്കുമാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അവൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ്ടോ, എവിടെയാണ് അത്? കണ്ടോ? സ്ത്രീകൾ കുഞ്ഞുങ്ങളെയും വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതായത് ഇവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും അപായം ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമാണ്. കാരണം ഇവരുടെ ടാർഗറ്റ് തന്നെ പുരുഷന്മാരെ കൊന്നു കഴിഞ്ഞാൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടിമയാക്കി ഭോഗിക്കുക എന്നുള്ളതാണ് ഇവൻ്റെയൊക്കെ ടാർഗറ്റ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയുമാണ് ഏറ്റവും അധികമായിട്ട് അവിടെ കാണിക്കുന്നത്. അവരാണ് കരഞ്ഞു നിലവിളിക്കുന്നത്. അതാണ് കർത്താവ് പറഞ്ഞത്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയാതെ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. എന്താ കർത്താവ് പറഞ്ഞത്? യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയാതെ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ എന്ന് കർത്താവ് പറയാൻ കാരണം, ഈ സാത്താൻ ഈ ഹാലിഫേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അവൻ പുരുഷന്മാരെയൊക്കെ കൊന്നൊടുക്കിയിട്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയുമാണ് ഇവന്മാർ അടിമയാക്കാൻ പോകുന്നത്. ഇവന്മാരുടെ ടാർഗറ്റ് തന്നെ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. കാരണം ഭോഗിക്കാണമല്ലോ, 24 മണിക്കൂർ നമുക്ക് അതാണല്ലോ ലക്ഷ്യം. സ്വർഗം എന്ന് പറയുന്ന വേശ്യാലയത്തിൽ ചെല്ലുന്നതിന് മുമ്പേ കിട്ടുന്നതിനെയൊക്കെ ഇവിടെ ഇട്ട് ഭോഗിച്ചിട്ട് പിന്നെ അവസാനം പോയി അവിടെ പോയി ഈ തുടുത്ത മാറിടമുള്ള കൂറിയെ തിരക്കി പോകാമെന്നുള്ള രീതിയിൽ ജീവിക്കുന്നവന്മാരാണല്ലോ. അപ്പോൾ അവന്മാർക്ക് സ്ത്രീകളെ കൊന്നൊടുക്കിയിട്ട് പിന്നെ പുരുഷന്മാരെ കൊന്നൊടുക്കിയിട്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഇത് ഡെൻവർ എയർപോർട്ടിനകത്ത് ഈ സംഭവം 1994 അവരെന്ത് ചെയ്യുന്നത്, ഇത് വെളിപ്പെടുത്തുന്നത്. മനസ്സിലായോ? 1994 ഇത് ഈ പിക്ചർ കൂടി നിങ്ങൾ കാണുക. ഇത് കുറച്ച് ക്ലിയർ കുറവാണ്, ഞാൻ ക്ലിയർ ഉള്ളവരെണ്ണം തപ്പിയെടുത്ത് തരാം. അപ്പോൾ ഇത് നേരത്തെ അജണ്ടയുടെ ഭാഗമായിട്ടെല്ലാം തന്നെ
ഇതെല്ലാം പുറത്തു വന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നേരത്തെ ഇവർക്കറിയാം. ഇലുമിനാറ്റികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട്. ഇതാ ഈ പിക്ചർ കണ്ടോ നിങ്ങള്? ഈ പിക്ചറിനകത്ത് ദേ ആ തീവ്രവാദി താഴെ കിടക്കുക കണ്ടോ? അവൻ താഴെ കിടന്നുറങ്ങുക. അവന്റെ മേളിലാണ് ഈ 2 പ്രാവുകൾ ഇരിക്കുന്നത്. ജനമെല്ലാം ഇങ്ങനെ സമാധാനം സമാധാനം, എല്ലാവരുടെ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് സമാധാനം എന്നാ. പീസ് 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 എന്ന് പറഞ്ഞിട്ടാ. നിങ്ങൾ സമാധാനം എന്നും നിർഭയം എന്നും ഇരിക്കുന്ന സമയത്താണ് ഗർഭിണിക്കുണ്ടോ പീസ് പീസ് എന്ന് പറഞ്ഞിട്ടാ എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത്. നിങ്ങൾക്ക് പാകിസ്ഥാനെയും ഐക്യരാഷ്ട്ര സംഘടനയെല്ലാം അങ്ങ് സമാധാനം പുളകം കൊള്ളിക്കാൻ വേണ്ടി നടക്കുക. മനസ്സിലായി? ഇതെല്ലാം നമ്മുടെ അജണ്ടയാണ്, ഇലുമിനാറ്റികളുടെ അജണ്ട തന്നെയാണ്. ഇലുമിനാറ്റികൾക്ക് നേരത്തെ അറിയാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. അവന്മാർക്ക് എല്ലാം അറിയാം. നിങ്ങൾക്ക് ഇതിനകത്ത് ഇന്ത്യ, ഇസ്രായേല്, പാകിസ്ഥാന്, ഇന്ത്യയും കൈകോർത്ത് പിടിച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ മകിടമായിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നോക്കും ഈ പിക്ചറിൽ. കുറച്ചുകൂടി അടുത്ത് വെക്കട്ടെ, എനിക്ക് അങ്ങോട്ട് വരെ പോകാൻ പറ്റില്ല. ഇങ്ങനെ അറ്റം കണ്ടോ? ഇത് പാകിസ്ഥാനും ഇന്ത്യയുമാ വരച്ചു വെച്ചിരിക്കുക. സമാധാനം കൊണ്ട് പൂത്തുലയുവ ഡെൻവർ എയർപോർട്ടിനകത്ത് ഇലുമിനാറ്റികളുടെ അജണ്ടയിൽ പെടുന്ന കാര്യമാണ് ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സ്നേഹം. അടുത്തത് പലസ്തീന്. ഇതാ നോക്ക്, പലസ്തീനും ഇസ്രായേലും തമ്മിൽ ഒരു ഒലിവ് നാണിനകത്ത് കെട്ടിവെച്ചിരിക്കുക. തമ്മിൽ 2 ഫ്ലാഗും കൂടി ചേർത്ത് വെച്ച് കൈകോർത്ത് സ്നേഹിച്ച് നിൽക്കുന്ന മനോഹര കണ്ടോ? ഇസ്രായേലിന്റെയും പലസ്തീന്റെയും ഫ്ലാഗ് ചേർത്ത് വെച്ച് കെട്ടി ഒരുമിച്ച് അവർ നിൽക്കുന്ന സമാധാനം. എല്ലായിടത്തും സമാധാനം കൊടുക്കുക. ആരാ കൊടുക്കുന്നത്? ഇലുമിനാറ്റികളുടെ അജണ്ടയുടെ ഭാഗമാണ് ഈ സമാധാന കൊടുപ്പ്. അങ്ങനെ സമാധാനമെന്നും നിർഭയമെന്നും ഇരിക്കുന്ന സമയത്ത് ഇതാണ് ഫസ്റ്റ് പിക്ചർ. അത് കഴിഞ്ഞിട്ടുള്ള പിക്ചറാണ്. ഇതാ മറ്റവൻ ദേ കിടന്ന് ഉറങ്ങുന്ന ഈ വൃത്തികെട്ടവനുണ്ടല്ലോ, അവൻ അവിടെ കിടന്ന് ഉറങ്ങുക. ഇവരൊക്കെ ഈ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങി എണീക്കുമ്പോഴും നമ്മുടെ തീവ്രവാദി അവിടെ കിടന്ന് എന്ത് ചെയ്യുക? ഉറങ്ങുക. അവനെ ഉറക്കിയിട്ടിട്ടാണ് ഇവരെല്ലാം എന്ത് ചെയ്യുന്നത്? സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം ആശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ ഉറക്കിയിട്ടിട്ട്. അതും കൂടി ഓർത്തേക്കണം നിങ്ങൾ. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് നല്ലതുപോലെ ഞാൻ കാണിച്ചു തരാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കണ്ടോ? ആ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടാ? നമ്മന്റെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് സമാധാനമതം സമാധാനമതം സമാധാനമതം. വേറെ ലോകത്തിൽ ആരും പറയത്തില്ല ഇങ്ങനെ, ഞങ്ങൾ സമാധാന മതക്കാരാണ്. ഈ വെള്ളരിപ്രാവിനെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അതിന്റെ മേളില് സമാധാന മതക്കാരെ കാണിക്കാനാ വെള്ളരിപ്രാവിനെ വെച്ചിരിക്കുന്നത്. സമാധാന മതക്കാരന്റെ കുണം കാണിക്കാനാണ് ഈ വെള്ളരിപ്രാവിനെ തൂക്കി വെച്ചിരിക്കുന്നത്. അടുത്ത് വാ കുറച്ചുകൂടി. ഒരു മിനിറ്റ്, ഞാനൊരു വൃത്തികെട്ടവനെ ഒന്ന് ബ്ലോക്ക് ചെയ്തട്ടെ. കാരണം ഒരു ഫേക്ക് ഐഡിയ, പിന്നെ അവനടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇത് ഡെൻവർ എയർപോർട്ടിൽ. ഒരു മിനിറ്റ്, ക്ലിയർ ഉണ്ടോ നിങ്ങൾക്ക്? പ്ലീസ് സൗകര്യങ്ങളെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ, കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് നിങ്ങളെ കാണിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനും കൂടിയിട്ടാ. അപ്പം ഈ ഈ തീവ്രവാദി ഇവിടെ കിടന്നുറങ്ങുന്നു. അവന്റെ തൊട്ടടുത്ത് വാളിരിപ്പുണ്ട്. അതിന്റെ മേളില് അവന്റെ അടുത്ത് തോക്ക് കിടപ്പുണ്ട്. നിങ്ങൾക്ക് തോക്കൊക്കെ കാണാം, അവന്റെ കയ്യിൽ തോക്കിരിക്കുന്നത് കാണാം, വാളടുത്തിരിക്കുന്നത് കാണാം. പിന്നെ പോരാത്തതിന് ആ പ്രാവുകൾ മേളിരിക്കുകയാണ്. അത് സമാധാന മതം എന്ന് കാണിക്കുന്നതിനാണ് ഈ പ്രാവ് മേളിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ സമാധാന മതത്തിൽ കിടന്നുറങ്ങുന്ന ഒരു തീവ്രവാദിയാണ് അവിടെ കിടന്നുറങ്ങുന്നത്. ഒരു ഹാലിഫേറ്റ് ഉണ്ടാക്കാൻ വരുന്ന തീവ്രവാദി അവനാണ് അവിടെ കിടന്നുറങ്ങുന്നത്. മനസ്സിലായോ? അവസാനം ഈ സമാധാനം ഉണ്ടാക്കുന്ന ഈ തീവ്രവാദി അവൻ എഴുന്നേറ്റിട്ട് ചെയ്യുന്ന പരിപാടിയാണ് പിന്നെ നമ്മൾ കാണുന്ന 2ാമത്തെ പിക്ചർ. അപ്പൊ ഇതൊക്കെ നേരത്തെ ആർക്കറിയാം? ഇലുമിനാറ്റികൾക്കറിയാം. ഈ അമേരിക്ക എന്ന് പറയുന്ന ഇത് അമേരിക്ക എന്താന്ന് പറഞ്ഞാൽ മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയാണ് ബാബിലോണ്. മനസ്സിലായോ? മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അമേരിക്കയാണ്.
അപ്പോൾ ഈ അമേരിക്ക ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചല്ലോ, ഒട്ടനെ പിറ്റേ ദിവസം കൊണ്ടുവന്ന് എന്ത് ചെയ്യുകയാണ്, അമേരിക്ക കൊണ്ടുവന്ന് യുദ്ധക്കപ്പൽ കൊണ്ട് കൊടുക്കുക. അപ്പോഴേ ഞാൻ വിചാരിച്ച് കാല് വരാൻ വേണ്ടിയിട്ടാണെന്ന്. കാരണം വെച്ചാൽ അമേരിക്കയ്ക്ക് ഇസ്രായേൽ സ്വതന്ത്രമായി തീരുമാനമെടുത്തൊന്നും ചെയ്യാൻ അനുവദിക്കരുത്. അതായത് ഇപ്പം നമ്മൾ സഹായം കൊടുത്താണല്ലോ പതുക്കെ പോയി നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം സഹായം കൊടുക്കും, സഹായം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവനെ നിയന്ത്രിക്കാൻ എളുപ്പമായിരിക്കും, കാല് വാരാനും നിയന്ത്രിക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ അമേരിക്ക സഹായമായിട്ട് പണ്ട് ഈ 6 ദിവസത്തെ യുദ്ധം ഇസ്രായേൽ യെരുശലേമിനെ പിടിച്ചെടുക്കാൻ കാര്യം എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ 6 ദിവസത്തെ യുദ്ധത്തിനകത്ത് 1967 യുദ്ധത്തിൽ ഇസ്രായേൽ യെരുശലേമിനെ പിടിച്ചെടുക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക കൈവിട്ടു. അമേരിക്ക പറഞ്ഞു ഞങ്ങൾക്കൊന്നും സഹായിക്കാൻ പറ്റത്തില്ല ഇസ്രായേലിനെ. ഇംഗ്ലണ്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു സഹായിക്കാൻ പറ്റില്ല. ഇങ്ങനെ സഹായിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞൊരു കൈയൊഴിഞ്ഞപ്പം ഇസ്രായേലിന്റെ ഒപ്പം ദൈവം കൂടെ നിന്നിട്ട് എല്ലാം ചെയ്തു കൊടുത്തു, ഇസ്രായേലിനെ എല്ലാം തിരിച്ചു പിടിച്ചു. അപ്പൊ പിന്നെ ആർക്കും വന്നിട്ട് അയ്യോ യുദ്ധം അവസാനിപ്പിക്കേ, ആളുകളെ കൊല്ലല്ലേ എന്നൊന്നും ഈ പറഞ്ഞവർക്കൊന്നും പറയാൻ പറ്റില്ല, ഈ സഹായിക്കാത്തവർക്കൊന്നും. മനസ്സിലാവുന്നുണ്ടോ? ഈ ബുദ്ധി നോക്കിക്കൊണ്ടും നിങ്ങൾ ഈ അമേരിക്ക എന്ന് പറയുന്ന ഈ രാജ്യം ആദ്യ നാളുകളിൽ 1967 യുദ്ധത്തിന് ഒരുത്തരും സഹായിക്കാൻ വന്നില്ല. അമേരിക്ക സഹായിക്കാൻ വന്നില്ല, ഇംഗ്ലണ്ട് സഹായിക്കാൻ വന്നില്ല, യൂറോപ്യൻ രാജ്യങ്ങൾ ആരും സഹായിക്കാൻ വന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇതെല്ലാം പിടിച്ചെടുക്കുന്ന സമയത്തും ഒരുത്തരും മോങ്ങാൻ പറ്റില്ല, അയ്യോ നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അങ്ങനെ പറ്റത്തില്ല, അതിങ്ങനെ പറ്റത്തില്ല എന്നൊന്നും മോങ്ങാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ യുവമാരും ഇടപെട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആദ്യമേ കയറി അങ്ങ് ഇടപെടുക, സഹായവുമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിനെ കടിഞ്ഞാണിടാൻ വേണ്ടിയിട്ട് പുറകെ നിന്ന് പിടിക്കാം. അതാണ് ഇവന്മാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നീട് ഇസ്രായേലിനെ ജാണിട്ട് പിടിക്കാനായിട്ട് ഇവന്മാർക്ക് പറ്റും. അതിനാണ് ആദ്യമേ സഹായം കൊണ്ട് കൊടുത്തിട്ട് ഇപ്പം അമേരിക്ക അങ്ങ് പിടിച്ചു കെട്ടുക. അത് നിങ്ങൾ യുദ്ധം ചെയ്തു പതുക്കെ ചെയ്യണം. അവർക്ക് ഫുഡ് കൊടുക്കണം, അവർക്ക് വെള്ളം കൊടുക്കണം, അവർക്ക് അത് കൊടുക്കണം. ഇങ്ങനെ ഫുഡും വെള്ളവും അതും ഇതും കൊടുത്തിട്ട് യുദ്ധം ചെയ്യാനാണെങ്കിൽ അതിനേക്കാളും നല്ലത് ചെയ്യാതിരുന്നാൽ പോരെ. മനസ്സിലായോ? എന്നാലും ഇസ്രായേൽ എന്ത് ചെയ്യുന്നില്ല, ഇവന്മാരെ വെറുപ്പിക്കാനും പറ്റത്തില്ല. കാരണം വെറുപ്പിച്ചു കഴിഞ്ഞാലുള്ള ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ മൊത്തത്തിൽ സകലണത്തിനും തീർക്കേണ്ടി വരും. അമേരിക്ക അടക്കം ഇസ്രായേൽ തീർക്കേണ്ടി വരും കയ്യിലിരിപ്പിന്. മനസ്സിലായി? ഇനി ഒരുത്തിന് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടെന്ന് പറഞ്ഞ് വെക്കേണ്ടി വരും ഇസ്രായേലിന്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇതിനെല്ലാം മിണ്ടാതെ ഇസ്രായേൽ പോകുന്നത്. പിന്നെ ഇതിന്റെ പിന്നിലും ഒരുപാട് ഇലുമിനാറ്റ് കളികളൊക്കെ ഇതിനാ പിന്നിലുണ്ട് പ്രിയ സഹോദരങ്ങളെ. കാരണം ഇതൊക്കെ പ്രവചന നിവൃത്തിയുടെ ഭാഗമായിട്ട് സംഭവിക്കാനുള്ളതുമാണ്. മനസ്സിലായോ? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ പിന്നണിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന ലോകമല്ല ഇപ്പൊ കാണുന്ന ലോകം. നിങ്ങൾ ഇന്ന് കാണുന്ന പോലെ അല്ല ഈ ലോകം പോകുന്നത്. ഞാൻ വളരെയധികം വിഷമത്തിലും ഭാരത്തിലുമായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? കൂട്ടമായിട്ട് ആളുകൾ മരണത്തിലേക്കുള്ള യാത്രയ്ക്ക് പോകുന്നത് ഓർക്കുന്നു. മരണം എന്ന് പറയുമ്പോൾ സാധാരണ ഇവിടെ ഭൂമിയിൽ മരിച്ചു പോകുന്ന മരണമല്ല. പലശയും കുഞ്ഞുങ്ങളെ ഓർത്തൊന്നും കരയേണ്ട കാര്യവും നമുക്കിവിടെ ഇല്ല. പലശയും കുഞ്ഞുങ്ങളെ ഓർത്ത് ആരും കരയേണ്ട, ഒരു ക്രിസ്ത്യാനിയും കരയേണ്ട പലശയും കുഞ്ഞുങ്ങളെ ഓർത്ത്. മനസ്സിലായോ? കാരണം പലശയും കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് രണ്ട് കൂറിമാരെ സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്, തള്ളാഹു. അങ്ങനെ ഇരിക്കുമ്പം അവര് നേരത്തെ പോയി ചത്തു കഴിഞ്ഞാലും അവിടെ ഹൂറിമാരിരിക്കുന്ന സ്ഥിതിക്ക് ഏറ്റവും വലിയ സുഖ സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹൂറിമാരെയും കൊടുത്തിരിക്കുമ്പോഴത്തേക്കും പിന്നെ തന്നെ നമ്മൾ പലശയും കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നത്. തള്ളാഹു പറഞ്ഞു നിങ്ങൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യേണ്ടവരാകുന്നു. മരിച്ചു പോകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും 2 ഹൂറിമാര് വിധം മുലയൂട്ടുവാൻ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ കുഞ്ഞുങ്ങൾ മരിച്ച് നേരെ സ്വർഗത്തിൽ പോവുകയല്ലേ ഹൂറിമാരുടെ അടുക്കിലേക്ക്. പിന്നെ ഇതിനെ അവരോർത്ത് കരയുന്നിരിക്കുന്നേ. അപ്പം വിഡ്ഢിവർഗമായിരിക്കും പോയിരുന്ന് കരയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഞാൻ വിഷമിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ ലോകം പോകുന്ന പോക്കിന്റെ ഏറ്റവും ഭയാനകമായ ഒരു വെർഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ. സകല മനുഷ്യരാശിയും മുഴുകിക്കിടക്കുന്ന ഒരു വല്ലാത്ത മാസ്മരിക ലോകത്തിൽ വെർച്വൽ റിയാലിറ്റിയിലൂടെ മനുഷ്യൻ പോകാൻ പോകുകയാണ്. ഇതിനെ ഓർക്കുമ്പോഴാണ് ഭയം കൊടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഓർത്തൊന്നും എനിക്ക് ഭാരമില്ല. ഈ എന്നെ സ്ഥിരമായി കേൾക്കുന്ന കുറച്ചു പേരെ ഓർത്തൊന്നും എനിക്ക് ഭാരമില്ല. നിങ്ങളൊക്കെ പിടിച്ചു നിൽക്കും. പക്ഷെ ഒരു കൂട്ടം ദൈവം ചിന്നിയവരും ചിതറിയവരുമായി നിൽക്കുന്നത് കണ്ട് മനസ്സലിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ സമൂഹം എന്ത് ചെയ്യാണ്, നശത്തിലേക്ക് പോകാൻ പോവുകയാണ്, വെർച്വൽ റിയാലിറ്റി ലോകത്തിലേക്ക്. അതെന്താ വെർച്വൽ റിയാലിറ്റി ലോകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം യൂട്യൂബിലൂടെ വരുമാനമുണ്ട് ആളുകൾക്ക്, ഇൻസ്റ്റാഗ്രാമിലൂടെ വരുമാനമുണ്ട് ആളുകൾക്ക്, ഫേസ്ബുക്കിലൂടെ വരുമാനമുണ്ട് ആളുകൾക്ക്. അതുപോലെ തന്നെ എന്താ പറയുക,
വേറെന്തൊക്കെയോ ഉണ്ടല്ലോ, ഷോർട്സിലൂടെ അങ്ങനെ 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 തന്നെ വിവിധമായ തരത്തിൽ ആളുകൾ ഇപ്പോൾ വരുമാനം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും വരുമാനം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്കൊക്കെ ആണെങ്കിൽ കോടികൾ വരുമാനം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ഇതിനെ അങ്ങനത്തെ ഒരു വരുമാനം കണ്ടെത്തലിന്റെ മാർഗമായിട്ട് ഞാൻ ഇതിനെ സാധാരണ കേവലം ഒരു വ്യക്തി ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പേജും എൻ്റെ ചാനലും ഒക്കെ കൊണ്ട് എനിക്ക് കോടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? എൻ്റെ യൂട്യൂബ് പോലും ഞാൻ മോണോട്ടൈസ് ചെയ്തിട്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഇവന്മാർ 3 പ്രാവശ്യം ബ്ലോക്ക് ചെയ്തത് കൊണ്ടാണ്. എന്നിട്ട് എന്നോട് ഇവന്മാർ എഴുതി ചോദിച്ച് മോണോട്ടൈസ് ചെയ്യാതിട്ടിരുന്ന ചാനലാണ് എൻ്റെ ചാനൽ. എന്നെ കൊണ്ട് നിർബന്ധിച്ച് അവന്മാർ ചെയ്യിപ്പിക്കേണ്ടി വന്നതാണ് എൻ്റെ യൂട്യൂബിൻ്റെ ചാനൽ. പക്ഷേ മോണോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പൈസ ഒന്നും വരാനുള്ള മാർഗ്ഗമൊന്നും എനിക്കില്ല എൻ്റെ ചാനലിൽ. അതും കൂടി ഞാൻ പറഞ്ഞേക്കുക. കാരണം അത് വേറൊരു ഈ എൻ്റെ ചാനൽ 3 പ്രാവശ്യം യൂട്യൂബുകാർ പൂട്ടി. ഈ 3 പ്രാവശ്യം യൂട്യൂബുകാർ പൂട്ടിക്കെട്ടിയിട്ട് അവർ എന്നോട് ആവശ്യപ്പെട്ടത്, എന്തുകൊണ്ട് നിങ്ങളുടെ ചാനൽ മോണോട്ടൈസ് ചെയ്യുന്നില്ല? നിങ്ങളുടെ ചാനൽ വഴിക്ക് നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ലോകത്തിൽ എത്തിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ മോണോട്ടൈസ് ചെയ്യാതെ നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ലോകത്തിലേക്ക് എത്തിക്കാനുള്ള ക്രിമിനൽ മൈൻഡായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബുകാർ എനിക്ക് എൻ്റെ ചാനൽ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമായിട്ടാണ് രംഗത്ത് വന്നത്. അതുകൊണ്ട് എനിക്ക് ആ ചാനൽ മോണോട്ടൈസ് ചെയ്യേണ്ടി വന്നു. ഈ മോണോട്ടൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അവർ നമുക്കൊരു ഇത് തരും. ഏതാ? ഒരു വെരിഫിക്കേഷൻ കോഡ് അയച്ചു തരും. അത് നമ്മൾ താമസിക്കുന്ന അഡ്രസ്സിലോട്ട് നാട്ടിലേക്ക് അയക്കുന്നത്. അപ്പം നമ്മൾ പാസ്പോർട്ടിലുള്ള അഡ്രസ്സാണ് കൊടുക്കുന്നത്. ഞാൻ പാസ്പോർട്ടിൽ അഡ്രസ്സ് കൊടുത്തപ്പോഴത്തേക്കും അത് ഏതോ നമ്മൾ വാടകയ്ക്ക് വീട്ടിൽ താമസിച്ചൊരു അമ്മച്ചിയുടെ വീട്ടിലാണ് പോയത്. ആ പെണ്ണുമ്പിള്ളയാണെങ്കിൽ ഒരു വല്ലാത്ത ഭ്രാന്തി പെണ്ണുമ്പിള്ളയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ കൊണ്ടുപോയി അത് കീറിക്കളഞ്ഞങ്ങാണ്ട് കൊണ്ട് കളഞ്ഞു. അപ്പോൾ യൂട്യൂബ് മോണോട്ടൈസ് ചെയ്തു. പക്ഷേ വെരിഫിക്കേഷൻ കോഡൊക്കെ കൊടുത്താലേ നമുക്ക് അക്കൗണ്ടുമായിട്ട് ആഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. അല്ല, അതൊന്നും നടക്കത്തൊന്നുമില്ല. ഞാൻ പിന്നെ അതിന് പുറകെ പോകാനും പോയില്ല. എന്ത് ചെയ്തു ഏത് ചെയ്തു ഒന്നും തിരക്കാനും പോയില്ല. എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോട്ടെ എന്നങ്ങ് വിചാരിച്ചു. മനസ്സിലായോ? കാരണം നമ്മുടെ ലക്ഷ്യം അതല്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അങ്ങനെ ലക്ഷ്യം ഉണ്ടെങ്കിൽ തുടക്കത്തിലേ എനിക്ക് ചെയ്യണമായിരുന്നു. ഞാൻ അതൊന്നും ചെയ്യാതെ ഞാൻ മുന്നോട്ട് പോയ വ്യക്തിയാണ്. പക്ഷെ എൻ്റെ ചാനൽ ബ്ലോക്കാക്കി കളയും എന്ന് എനിക്ക് നോട്ടീസ് വന്നതുകൊണ്ടാണ് ആ യൂട്യൂബിൽ ഞാൻ എന്ത് ചെയ്യാത്തത്. കാരണം അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം ഈ വാക്സിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം ഇൻഫർമേഷൻ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒക്കെ വന്ന് എൻ്റെ ചാനൽ 3 പ്രാവശ്യം ബ്ലോക്ക് ചെയ്ത് കളഞ്ഞല്ലോ, പൂട്ടിക്കളഞ്ഞല്ലോ മാര്. അപ്പം അതുകൊണ്ട് ഞാൻ മിസ്ഇൻഫർമേഷൻ പരത്തുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ചാനൽ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ മോണോട്ടൈസ് ചെയ്തിടാതെ മിസ്ഇൻഫർമേഷൻ പരത്തുന്നു എന്നാണ് ഇവന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, എന്നിരുന്നാൽ തന്നെയും പോട്ടെ. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം എല്ലാ മേഖലകളിലും എന്ത് ചെയ്യുകയാണ്, ആൾക്കാർ പണം സമ്പാദിക്കുകയാണ്. പണം സമ്പാദിക്കുന്നത് വെച്ചാൽ യൂട്യൂബിൽ വരുമാനം, ഷമീർ, നിന്നോട് ഇനി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? തലച്ചോറില്ലാത്ത കാട്ടുകഴുതിയോടൊക്കെ എന്നാ സംസാരിക്കാൻ? നീ പോയി നിന്റെ വീട്ടിൽ പോയിരുന്നു വല്ല പണിയും ഉണ്ടെങ്കിൽ പോയിരുന്നു നോക്ക്. പോ വൃത്തിയായിട്ടവനെ. ഇവനെ പിടിച്ചിനകത്ത് ഇട്ടിട്ടെന്ന് പറയാനിരിക്കുന്നു. ഓക്കെ, അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ എല്ലാവരും പലതരത്തിൽ ഇങ്ങനെ വരുമാനം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള വരുമാനങ്ങളും ഉണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ പലരും ഇന്ന് ജോലിക്ക് പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. പലരും ജോലിയും ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇതിൽ തന്നെ ആവശ്യത്തിലേറെ വരുമാനം അവരെ ആൾക്കാർ കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് പലരും ഇതിനു വേണ്ടി തന്നെ നടക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? ജോലിക്കും പോകത്തില്ല, ഒന്നിനും പോകത്തില്ല, ചുമ്മാ ഇരുന്ന് യൂട്യൂബ് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളെല്ലാം നമുക്ക് ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും. പക്ഷെ ഇതൊന്നും അല്ല വിഷയം എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്നത് വെർച്വൽ റിയാലിറ്റി ലോകത്തിലേക്ക് മനുഷ്യൻ കടക്കാൻ പോവുകയാണ്. യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്ന ഒരു സംഭവം വരാൻ പോവുകയാണ്. യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പ്രിയ സഹോദരങ്ങളെ, ലോകത്തിലെ സകലമായ ഈ എലോൺ മസ്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞു. എലോൺ മസ്ക് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, എന്താ പറയാ, ആർക്കും വേല ചെയ്യാൻ കഴിയാത്ത നാളുകൾ വരാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സത്യമാണ്. ബൈബിളും പറഞ്ഞിട്ടുണ്ട്, വേല ചെയ്യാൻ കൂടാത്ത രാത്രികൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. മനുഷ്യർ വേല ചെയ്യാൻ പാടില്ലാത്ത കാലം വരാൻ പോകുന്നു വചനം പറഞ്ഞത് സത്യമായി സംഭവിക്കുന്നു. ഇനി ആളുകൾക്ക് വേല ചെയ്യേണ്ടി വരത്തില്ല. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈകടത്തി കഴിഞ്ഞു. സകലത്തിനെയും, സകല മേഖലകളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈകടത്തി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ലോകത്തിലുള്ള ആകമാനമുള്ള അത് ഏകലോക ഭരണവുമായി ബന്ധപ്പെട്ടൊരു സംവിധാനമാണ്. ലോകത്തിലുള്ള സകലമായ ആളുകൾക്കും ഇവർ ബേസിക് ഇൻകം ആയിട്ട് യൂണിവേഴ്സലിൽ നിന്നും തന്നെ ഒരു ഇൻകം കൊടുക്കും, ഒരു വരുമാനം കൊടുക്കും. അപ്പോൾ ഇതൊക്കെ പ്രാപിക്കണമെങ്കിൽ പോലും, യൂണിവേഴ്സൽ ബേസിക് ഇൻകം കിട്ടണമെങ്കിൽ പോലും
ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം കിട്ടണമെങ്കിൽ പോലും എന്ത് ചെയ്യണം? അതിനകത്ത് എന്താ പറയാ, നമുക്ക് ഇത് എൻ്റെ പേരെന്താ, ഈ ഡിജിറ്റൽ ഐ ഡി, ഹെൽത്ത് ID, അതുപോലെ തന്നെ ഡിജിറ്റൽ കറൻസി, ഇതുമായിട്ടാണ് ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം മിങ്കിളായി കിടക്കുന്നത്. അപ്പോൾ ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? ജീവിക്കാൻ വരുമാനം വേണമല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകമിനെ അവരെന്ത് ചെയ്യും? ആശ്രയിക്കും. അങ്ങനെ യൂണിവേഴ്സൽ ബേസിക് ഇൻകമിനെ ഇവർ ആശ്രയിച്ച് പോയാലുള്ള ദോഷം എന്ന് പറയുന്നത് ഹെൽത്ത് IDനെ എന്ത് ചെയ്യണം? ഇവർക്ക് വേണ്ടി വരും. അതിന് ഇവർ വാക്സിൻ എടുക്കണം. വാക്സിൻ എടുക്കുക മാത്രമല്ല, ഈ ഹെൽത്ത് IDയും ഡിജിറ്റൽ IDയുമായിട്ട് അത് കണക്ട് ചെയ്യപ്പെടും. അങ്ങനെ ജോലിയും കൂലിയും ആളുകൾ ചെയ്യേണ്ട ആളുകൾക്ക് എല്ലാവർക്കും യൂണിവേഴ്സൽ ബേസിക് ഇൻകം കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു കാർഡ് കൊടുക്കും. ഈ ആളുകൾക്ക് എല്ലാവർക്കും ഓരോ കാർഡാണ് കിട്ടുന്നത്. യൂണിവേഴ്സൽ ബേസിക് ഇൻകം ഇപ്പം നമുക്ക് ഇപ്പം ചില ഷോപ്പുകളിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാർഡ് നിങ്ങൾക്ക് തരും. ആ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ അല്ല ചെയ്യുന്നത്. പിന്നെയോ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പം റേഷൻ കാർഡുകൾ നിങ്ങൾക്കറിയാം, റേഷൻ കാർഡുകൾ നീല കാർഡ്, മഞ്ഞ കാർഡ്, വെള്ള കാർഡ്, ഇങ്ങനെ തരംതിരിച്ചാണ് റേഷൻ കാർഡുകൾ നമുക്ക് തന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അളവ് നിശ്ചയിച്ചിട്ടുണ്ട്. എത്ര കിലോ അരി മേടിക്കാം, എത്ര കിലോ മണ്ണെണ്ണ മേടിക്കാം, എത്ര ലിറ്റർ മണ്ണെണ്ണ മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് അളവ് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ ബേസിക്കിലാണ് ഈ എന്ത് ചെയ്യുന്നത്, ഈ എന്താ പറയാ